വീണ്ടും ഒരു വസന്തം കൂടി ഭാഗം 34. രചനാ സംഭാഷണം രുദ്രപ്രിയ. സാരംഗിനെ രമേശൻ കയറി കണ്ടു. അവൻ്റെ അവസ്ഥ കണ്ടപ്പോൾ രമേശന് സങ്കടം തോന്നി. അവൻ്റെ ശരീരമാകെ വെട്ടുകൊണ്ട പാടുകൾ. കുറേ നേരം അവൻ അങ്ങനെ നോക്കി നിൽക്കാൻ കഴിഞ്ഞില്ല. വേഗം പുറത്തേക്ക് ഇറങ്ങി സത്യയുടെ നമ്പറിൽ വിളിച്ചു. ആദ്യ റിങ്ങിൽ തന്നെ കോൾ അറ്റൻഡ് ചെയ്തു. ഞാൻ തയ്യാറാണ് സത്യ. ജോലി വിട്ടിട്ടല്ല, തൽക്കാലം 6 മാസത്തെ ലീവിൽ. ഇതിനോടകം എല്ലാം ശരിയാവുമെന്നൊരു തോന്നൽ. രമേശ, എനിക്ക് അവനെ ഒന്ന് കാണണം, എൻ്റെ സാരംഗിനെ. ഞാൻ വീഡിയോ കോൾ വിളിക്കാം പറയുമ്പോൾ സത്യയുടെ ശബ്ദം ഇടറിപ്പോയി. സത്യയുടെ കോൾ വന്നതും വീണ്ടും സാരംഗിൻ്റെ അടുത്തേക്ക് ചെന്നു. അവനെ കാണിച്ചു കൊടുത്തു. ശരീരം മുഴുവനും മുറിയുമായി കിടക്കുന്നവനെ കാണേ സത്യയുടെ നെഞ്ചു പിടഞ്ഞു. വേഗം വീഡിയോ കട്ടാക്കി. രാവിലെ രമേശനെത്തുമ്പോൾ കൂടെ മാധവനും രവീന്ദ്രനും ഒപ്പമുണ്ടായിരുന്നു. രണ്ടുപേരും കൂടിയാണ് രമേശനെ സ്റ്റാഫിന് പരിചയപ്പെടുത്തിയത്. നന്ദുവിൻ്റെ മുന്നിലെത്തിയപ്പോൾ അന്തിച്ചുപോയി. ഏട്ടൻ എന്നോട് ഒരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ. രാവിലെ നമുക്കെങ്കിൽ ഒരുമിച്ചിറങ്ങായിരുന്നു. മാധവങ്ങളും രവിയങ്ങളും പ്രത്യേകം പറഞ്ഞു, നിന്നോടിപ്പോൾ പറയണ്ട, സർപ്രൈസ് ആയിക്കൊള്ളട്ടെ എന്ന്. എന്തായാലും ഇത് വല്ലാത്തൊരു സർപ്രൈസ് ആയിപ്പോയി. എനിക്ക് സാരംഗേട്ടനെ കാണണമെന്നുണ്ടായിരുന്നു വച്ചാ. വേണ്ട മോളെ, ഈ അവസ്ഥയിൽ നീ അവനെ കാണാതിരിക്കുന്നതാ നല്ലത്. നിനക്ക് അതൊരു ഷോക്കാവും. എന്തായാലും അച്ഛൻ്റെ തീരുമാനം നന്നായി. മാധവനും രവിയും മുഖത്തോട് മുഖം നോക്കി. അത് സത്യയുടെ തീരുമാനമാണെന്ന് അവർ മനഃപൂർവ്വം അവളോട് പറഞ്ഞില്ല. സാരംഗിനെ ആ അവസ്ഥയിൽ കണ്ടപ്പോൾ സത്യയ്ക്ക് വളരെ വേദന തോന്നി. മനസ്സിൽ ചില കണക്കുകൂട്ടലുകളൊക്കെ അവൻ നടത്തി. തൽക്കാലം ഒന്നും ആരോടും പറയാൻ നിന്നില്ല. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ സാരംഗിനെ ICUവിൽ നിന്നും മാറ്റി. മുറിവുകളൊക്കെ ആഴത്തിലുള്ളതായിരുന്നു. രവീന്ദ്രൻ തന്നെയാണ് സദാസമയവും ഹോസ്പിറ്റലിൽ അവനോടൊപ്പം ഉണ്ടായിരുന്നത്. എത്ര പറഞ്ഞിട്ടും കേൾക്കാതെ അവനെ കാണുന്നതിനായി നന്ദു ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു. സാരംഗിനെ കണ്ടപ്പോൾ അവൾ അലറി കരഞ്ഞു. അത്രമാത്രം അവൻ്റെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായിരുന്നു. അവളെ കണ്ടപ്പോൾ വല്ലാത്ത വേദന തോന്നി. അമ്മുവിൻ്റെ അതേ സ്ഥാനത്താണ് സാരംഗ് അവളെ കണ്ടിട്ടുള്ളത്. അടുത്തിരുന്ന് അവൻ്റെ നെറുകളിൽ തലോടുകയും കയ്യിൽ തലോടുകയും ഒക്കെ ചെയ്തു. രമേശ് ചേട്ടൻ്റെ സ്ഥാനത്ത് മാത്രമേ എന്നും സാരംഗിനെ കണ്ടിട്ടുള്ളൂ. ആ സ്നേഹവും സ്വാതന്ത്ര്യവും അവൾക്ക് അവനോടുണ്ടായിരുന്നു. ഒടുവിൽ കുഞ്ഞിൻ്റെ കാര്യമൊക്കെ ചോദിച്ച് ഒരുവിധം സമാധാനിപ്പിച്ചാണ് അവളെ തിരികെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടത്. ഇതിനിടയിൽ മാധവനും രവീന്ദ്രനും ചേർന്ന് പോലീസിൽ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. മൊഴിയെടുക്കുന്നതിന് വേണ്ടി പോലീസുകാർ ഹോസ്പിറ്റലിലെത്തി. അനീഷിൻ്റെയും ചെല്ലപ്പൻ്റെയും പേരിലാണ് കേസ് കൊടുത്തത്. ഓഫീസിൽ നടന്ന കാര്യങ്ങളെല്ലാം സാരംഗ് തന്നെയാണ് പോലീസിനോട് പറഞ്ഞത്. ഇതിനു മുമ്പും അനീഷിൻ്റെ പേരിൽ ചില്ലറ തട്ടിപ്പുകളൊക്കെ ഉള്ളത് പോലീസുകാർ കണ്ടുപിടിച്ചു. 2 പേരും ഒളിവിലാണെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഏകദേശം 1 മാസത്തോളം സാരംഗിന് ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു. ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഏകദേശം നല്ല രീതിയിലാണ് ഇപ്പോൾ നടന്നു പോകുന്നത്. അനീഷിൻ്റെ സഹായിയായി ഒരാളെ ഓഫീസിൽ അനീഷ് തന്നെ റെക്കമെൻഡ് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സാരംഗിന് ഇവർ തമ്മിലുള്ള കളി അറിയാത്തത് കൊണ്ട് അവൻ്റെ റെക്കമെൻഡേഷൻ അന്ന് ശരിവച്ചതാണ്. ഈയൊരു സംഭവം നടന്നപ്പോഴാണ് ആ ആളിനെക്കുറിച്ച് സാരംഗ് അച്ഛനോട് പറഞ്ഞത്. സത്യയ്ക്ക് ആക്സിഡൻറ്റ് പറ്റി ഓഫീസിൽ വരാതിരുന്ന സമയത്ത് അവരുടെ കമ്പനിക്ക് കിട്ടേണ്ട പല ഓർഡറുകളും ചെറിയ ചില ടെൻഡർ വ്യത്യാസത്തിലാണ് മറ്റു കമ്പനികൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അതിൻ്റെ എല്ലാം പിറകിൽ അനീഷും അവൻ്റെ കൂട്ടാളികളുമാണെന്നുള്ള കാര്യം സാരംഗ് പിന്നീടാണ് മനസ്സിലാക്കിയത്. സത്യയുടെ നില അത്രയൊക്കെ ഓക്കെ അല്ലാത്തത് കൊണ്ട് പല കാര്യങ്ങളും സത്യയിൽ നിന്നും മറച്ചു വെക്കേണ്ടി വന്നു. ഒടുവിൽ അനീഷിൻ്റെ കള്ളക്കളി പുറത്താകുമ്പോഴാണ് സാരംഗ് സത്യയോട് എല്ലാ കാര്യവും തുറന്നു പറയുന്നത്. നമ്മളിങ്ങനെ ഒളിച്ചിരിക്കേണ്ട ആവശ്യമോ ഉണ്ടോ എന്നാണ് എൻ്റെ സംശയം. എന്തായാലും നമ്മുടെ കയ്യിൽ ആവശ്യത്തിൽ കൂടുതൽ കാശുണ്ട്. അതുകൊണ്ട് എവിടെയെങ്കിലും പോയി രക്ഷപ്പെടുന്നതല്ലേ നല്ലത്. അനീഷിൻ്റെ കൂട്ടാളിയായ ഗിരീശൻ കുടിച്ചുകൊണ്ടിരുന്ന ഗ്ലാസ്സിലേക്ക് ഒരു ലാർജ് പകർന്നുകൊണ്ട് ചോദിച്ചു. പണമെടുത്ത് ചിലവാക്കുന്ന കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം ഈശ്വരമംഗലത്തുകാർ കുറഞ്ഞ പുള്ളികളൊന്നുമല്ല. അതുകൊണ്ട് നമുക്ക് അതിൽ നിന്നും ഒരൊറ്റ കാശെടുത്ത് ചിലവാക്കാനും ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനും കഴിയില്ല. എന്ന് പറഞ്ഞ് എത്രയെന്ന് വെച്ചാൽ ഇത്രയും പണവും മുന്നിൽ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എനിക്കുള്ള പങ്ക് തന്നേക്ക്, ഞാൻ പൊയ്ക്കോളാം. ഗിരീഷ്, നീ ആവശ്യമില്ലാതെ പ്രശ്നമുണ്ടാക്കാൻ നിൽക്കരുത്. ഇതിൽ നിന്നും പൈസ എടുത്ത് ചിലവാക്കിയാൽ നമ്മൾ 2 പേരും അകത്താവും. അനീഷ്, എനിക്ക് നിൻ്റെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് പേടി. നീ വേണമെങ്കിൽ എന്നെ നൈസായി ഒഴിവാക്കി മൊത്തത്തിലങ്ങ് എടുക്കാൻ നോക്കും. എടാ, ഇക്കാര്യത്തിൽ ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് നിനക്കെന്നെ അത്രയ്ക്ക് വിശ്വാസമില്ലേ? വിശ്വാസമൊക്കെ ഉണ്ട്,
എന്നാലും നീ അത്ര നല്ല പുള്ളി അല്ലാത്തത് കൊണ്ടാണ് ഒരു ടെൻഷൻ. ഒന്നുമില്ലടാ, 3 ദിവസം കഴിഞ്ഞ് ഇതിൻ്റെ തുല്യമായി ഭാഗിച്ച് നമുക്ക് രണ്ടുപേർക്ക് എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാം. ഓ, അതാണ് രണ്ടുപേരുടെ മനസ്സിലിരിപ്പ്. അപ്പോൾ ഇതിനെയൊക്കെ പിന്നാലെ നിന്നെ ചെല്ലപ്പനൊന്നുമില്ലേ? ചെല്ലപ്പനപ്പോൾ അവിടെ വരുമെന്ന് രണ്ടുപേരും പ്രതീക്ഷിച്ചില്ല. അയ്യോ, ചെല്ലപ്പൻ ചേട്ടന് തരാതിരിക്കുമോ? ഇത് പങ്കുവയ്ക്കുമ്പോൾ ഇതിലൊരു ഭാഗം തീർച്ചയായും ചെല്ലപ്പൻ ചേട്ടനും കിട്ടും. കമ്പനിയിൽ പുതിയ അപ്പോയിൻമെൻറ്റ് നടന്നു. ഏതോ ഒരു രമേശനും പിന്നെ ഒരു വയറ്റിക്കണ്ണി പെണ്ണും. രമേശ് ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ആ പെണ്ണ് അവൾ സത്യപ്രതാപിൻ്റെ ഭാര്യയാണ്. പോലീസ് നാട് മുഴുവൻ വലവിരിച്ചിരിക്കുകയാണ്. അങ്ങനെ പോലീസിൻ്റെ പിടിയിലാകുമെങ്കിൽ ഒരു കൊലപാതകം ചെയ്യാനും മടിയില്ല. ആരെ? ഗിരീശനും ചെല്ലപ്പനും ഒരുപോലെ ചോദിച്ചു. അവൻ്റെ പെണ്ണിനെ. അങ്ങനെ ഒരു ചിന്ത നിൻ്റെ തലച്ചോറിൽ ഉദിക്കുമ്പോൾ തന്നെ നിൻ്റെ മരണം സംഭവിക്കുന്നു അല്ലേ അനീഷ്? അശരീരി പോലെ ആ ശബ്ദം അവിടെ മുഴങ്ങിക്കേട്ടു. 3 പേരും ഞെട്ടി ആ ഭാഗത്തേക്ക് നോക്കി. ആരാടാ നീ? ചോദ്യത്തോടൊപ്പം ചാടി എഴുന്നേറ്റു അനീഷ്. അടുത്ത് കിടന്ന കസേര തട്ടിത്തെറിപ്പിച്ചു. മുഖം മറച്ചിരിക്കുന്നത് കാരണം ആളിനെ വ്യക്തമല്ല. ആരാണെന്ന് പറയടാ. നിൻ്റെ വായിൽ പഴം പുഴുങ്ങിയതിരിക്കുകയാണോ? ചെല്ലപ്പനും ഗിരീഷിനും പിന്നാലെ കയ്യിൽ കെട്ടിയ സൈക്കിൾ ചെയിനും വടിവാളുമായി ചെന്നു. അനീഷിൻ്റെ കയ്യിലിരുന്ന വാൾ ഉയർന്നതും ആഗതൻ നിന്നിടത്തു നിന്ന് ഉയർന്നു പൊങ്ങി അവൻ്റെ കയ്യിൽ വാൾ ചവിട്ടിത്തെറിപ്പിച്ചു. ആക്കത്തിൽ വീണവൻ്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി നിന്നു. ചെല്ലപ്പനും ഗണേശനും വരുമ്പോൾ മുഖം മൂടി ധരിച്ചവൻ്റെ കാൽ കീഴിൽ കിടന്നു പിടയുന്നു അനീഷ്. സൈക്കിൾ ചെയിനും വടിവാളും ഉയർത്തിപ്പിടിച്ച് ഇടുപ്പിലിരുന്ന പിസ്റ്റലെടുത്ത് ചൂണ്ടി നിർത്തി. വന്നവൻ ശില പോലെ നിന്ന് കയ്യിലിരുന്ന ആയുധങ്ങൾ നിലത്തേക്ക് വീണു. പിസ്റ്റൽ 3 തവണ വെടിയുതിർത്തു. അവിടെ നിലവിളി ഉയർന്നു. പിന്നെയും നിലവിളിയും പടക്കം പൊട്ടുമാർ അടിപിടിയും. എല്ലാം നിർത്തിക്കോ. ഇനി എൻ്റെ പിള്ളേർക്ക് നേരെ നിൻ്റെയൊക്കെ കൈ പൊങ്ങിയാൽ പിന്നീട് ബാക്കി വെച്ചേക്കില്ല നിന്നെയൊന്നും. നിന്നെയൊക്കെ ഈ ജീവിതം ഇരുന്ന് നിരങ്ങിയായിരിക്കും ഇനി മുതൽ. ആഗതൻ പോയതിന് പിന്നാലെ അവിടെ ഒരു പോലീസ് ജീപ്പ് വന്നു നിന്നു. അതിൽ നിന്നിറങ്ങിയ പോലീസുകാർ എല്ലാവരെയും തൂക്കിയെടുത്ത് ജീപ്പിൽ കയറ്റി. 3 എണ്ണത്തിൻ്റെയും കാലിൽ ബുള്ളറ്റ് തറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യം ഹോസ്പിറ്റലിൽ എത്തിക്കണം. പണി അറിയാവുന്ന ആരോ ചെയ്തതാണ്. അതാണ് അകം മുഴുവൻ അടിച്ച് കലക്കിയിട്ടുണ്ട്. ഉടനെ ഒന്ന് എഴുന്നേറ്റ് നടക്കുമെന്ന് തോന്നുന്നില്ല. അത്രമാത്രം എടുത്ത് ചളുക്കിയിട്ടുണ്ട്. സ്റ്റേഷനിൽ ആരോ വിളിച്ചു പറഞ്ഞതനുസരിച്ചാണ് പോലീസ് എത്തിയത്. സാരംഗിനെ വീട്ടിലെത്തിച്ചു. ഇപ്പോൾ ചെറുതായി എഴുന്നേറ്റ് നടക്കും. റൂമിലിരുന്ന് പത്രം വായിക്കും. ഓഫീസിലെ കാര്യങ്ങൾ അന്വേഷിക്കും. ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിൽ വന്നതിൽ പിന്നെയാണ് സത്യ ആദ്യമായി സാരംഗിനെ വീഡിയോ കോൾ വിളിക്കുന്നത്. വല്ലാത്ത വിഷമം തോന്നി സത്യയ്ക്ക് സാരംഗിനെ അക്കോലത്തിൽ കണ്ടപ്പോൾ. സംസാരിച്ചിരിക്കുമ്പോഴാണ് പറയുന്നത് നാളെ പണിയും. അനീഷിനെയും പോലീസ് പിടിച്ചെന്ന്. ആരോ കൊടുത്ത പണിയാണെന്നൊക്കെ. എന്തായാലും അവന്മാരൊക്കെ എഴുന്നേറ്റ് നടക്കാൻ ഇനിയും കുറച്ച് ദിവസം പിടിക്കും. ഓഫീസിലെ കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ടെന്നും കഴിഞ്ഞ മാസത്തേക്കാൾ നല്ല പ്രോഫിറ്റാണ് ഈ മാസം കിട്ടിയതെന്നും പറഞ്ഞു. അതുപോലെ തന്നെ രമേശിൻ്റെയും നന്ദുവിൻ്റെയും ഇടപെടൽ കാരണം ഓഫീസിൽ പുതിയ ഒട്ടേറെ അപ്പോയിൻമെൻറ്റ്സ് വന്നിട്ടുണ്ട്. നന്ദു നല്ല കോൺഫിഡൻ്റ് ഉള്ള കുട്ടിയാണ്. നമുക്ക് അബദ്ധം പറ്റിയതാണ്. അവളെ ആദ്യമേ തന്നെ ഓഫീസിലേക്ക് അപ്പോയിൻമെൻറ്റ് ചെയ്താൽ മതിയായിരുന്നു. ഞാനിവിടെ ഒരു കൊളീഗുമായി ചേർന്ന് നമ്മുടെ ബിസിനസ്സിൻ്റെ ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്തിരുന്നു. അതും കൂടി നമ്മുടെ കമ്പനിയിൽ നടത്തി കഴിഞ്ഞാൽ പിന്നെ പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ മെസ്സേജ് ശ്രീനന്ദ സത്യപ്രതാപ് എന്ത് പറയുന്നു? എന്നോടുള്ള ദേഷ്യത്തിന് എന്തെങ്കിലും അയവ് വന്നിട്ടുണ്ടോ? കളിയായിട്ടാണ് സത്യ അത് സാരംഗിനോട് ചോദിച്ചത്. അങ്ങനെയൊന്നും ഇല്ലടാ. അവളുടെ മനസ്സിൽ നിന്നോട് സ്നേഹമാണ്. പിന്നെ നിൻ്റെ ചില പ്രവർത്തികൾ അവളെ സങ്കടപ്പെടുത്തിയിട്ടുണ്ട്. അതിനെങ്ങനെയെങ്കിലും പകരം വീട്ടണ്ടേ? നീ എന്നാടാ ഇവിടേക്ക്? നിന്നെ കാണാൻ കൊതിയാവുന്നു. അതിന് സമയമായില്ല എന്ന്. എന്നെ കാത്തിരിക്കുന്ന ആരും ഇപ്പോൾ അവിടെ ഇല്ലല്ലോ. അതുകൊണ്ട് പെട്ടെന്നൊരു തിരിച്ചുവരവ് ഇപ്പോൾ ഇല്ല, സത്യ പറഞ്ഞു. സാരംഗിൻ്റെ മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ സത്യ ഫോൺ കട്ട് ചെയ്തു. സാരംഗിനെ ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം നീലു അവിടേക്ക് പോയില്ല. അവനെ കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ഈശ്വരമംഗലത്തേക്ക് തിരിച്ചു കയറുവാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് അവൾ അങ്ങോട്ട് പോകാതിരുന്നതെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ആരും അതിനവളെ നിർബന്ധിച്ചില്ല. പുതിയ സ്റ്റാഫ് എല്ലാ പേരും വളരെ കൃത്യനിഷ്ഠയോടെയാണ് കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്നത്. അനീഷും നാണപ്പനും കിടപ്പിലാണെങ്കിലും അവരുടെ സ്വാധീനം ഉപയോഗിച്ച് ഈശ്വരമംഗലത്തെ ബിസിനസ് തകർക്കുന്നതിനായി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇതെല്ലാം ഓരോ തവണയും വിപുലമായി അതവരിൽ വാശി നിറച്ചു. സത്യയുടെ കഠിന പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് രമൺ ഗ്രൂപ്പിൻ്റെ വലിയ പ്രോജക്റ്റ് ഈശ്വരമംഗലത്തിന് ലഭിച്ചത്. പക്ഷേ അവർക്ക് മെയിൽ ചെയ്യാനായി സത്യ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന ടെൻഡർ നോട്ടീസ് അല്ല അവർക്ക് ലഭിച്ചത്. പകരം ഈ കൊട്ടേഷൻ ഈശ്വരമംഗലം കൺസ്ട്രക്ഷൻ്റെ കിട്ടരുത് എന്ന രീതിയിലുള്ള ടെൻഡർ നോട്ടീസായിരുന്നു അവിടെ എത്തിയത്. പറഞ്ഞുറപ്പിച്ചതിനേക്കാൾ കൂടുതൽ തുക കൊട്ടേഷൻ കൊടുത്തതിൽ മാത്രമല്ല
ക്വാളിറ്റി ബേസ് നോക്കുമ്പോൾ അതും കമ്പനി ഡീലിങ്സിൽ പറഞ്ഞതല്ല. അതുകൊണ്ട് തന്നെ അവർ ആ പ്രോജക്റ്റ് റിജക്റ്റ് ചെയ്യുന്നതായി സത്യയ്ക്ക് മെയിൽ അയച്ചു. രമൺ ഗ്രൂപ്പിൻ്റെ മെയിൽ ചെക്ക് ചെയ്തപ്പോൾ സത്യ നിന്ന് വിറയ്ക്കുകയായിരുന്നു. അവൻ കൊടുത്ത മെയിലിന് നേരെ വിപരീതമായ കാര്യങ്ങളാണ് കമ്പനിയിൽ നിന്നും പോയിരിക്കുന്നത്. അതെങ്ങനെ സംഭവിച്ചുവെന്ന് എത്ര ആലോചിച്ചിട്ടും അവൻ്റെ രത്തം കിട്ടിയില്ല. അതുകൊണ്ട് സാരംഗിനെ വിളിച്ച് കാര്യങ്ങൾ അവനെ മാത്രം ബോധ്യപ്പെടുത്തി. തൽക്കാലം ആരും ഇതറിയണ്ട എന്നും പറഞ്ഞു. ഓഫീസിൽ ആരോ ഒരാൾ നമുക്ക് ഒറ്റുകാരനായി പ്രവർത്തിക്കുന്നു. അതാരാണെന്നറിയണം. നീ രമേശനെയും കൂടി വിളിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി വെക്കണം. നന്ദു തൽക്കാലം ഒന്നും അറിയണ്ട. അവൾക്ക് വെറുതെ ടെൻഷൻ കൊടുക്കണ്ട. ഫോൺ കട്ട് ചെയ്ത് നേരെ CCTV ക്യാമറ ചെക്ക് ചെയ്തു. നന്ദു അറിയാതെ രമേശനെ കൊണ്ട് അവളുടെ ക്യാബിനിൽ വെച്ചിരുന്ന ക്യാമറയാണ് അവളെ കാണുന്നതിനായി ഓണാക്കിയതും കണ്ടു. വലിയ വയറും താങ്ങി ഏതോ ഫയൽ ചെക്ക് ചെയ്യുന്ന പെണ്ണിനെ. രമേശന് കാര്യം പറഞ്ഞപ്പോൾ ദേഷ്യം നിയന്ത്രിക്കാനായില്ല. നമ്മളിപ്പോഴാണ് സ്റ്റാഫിനെ എല്ലാം പുതുതായി അപ്പോയിൻമെൻറ്റ് ചെയ്തത്. അതിനു മുമ്പ് അയച്ച അപേക്ഷകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അതിൽ നിന്ന് ആരോ ഒരാളാണ് ഒറ്റിയിരിക്കുന്നത്. അതാരാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? ഇനിയിപ്പോൾ നമ്മളൊന്നും ചെയ്യേണ്ട സത്യ. അതിനെന്തോ മാർഗം കണ്ടുപിടിച്ചിട്ടുണ്ട് അവൻ. കാനഡയിൽ നിന്നും ആരെയോ ഇങ്ങോട്ട് അയക്കുന്നുണ്ട്. അവരെത്തുമ്പോൾ എല്ലാം ഓക്കെ ആവും. കാനഡയിൽ നിന്നും എത്തുന്ന അതിഥികളെ സ്വീകരിക്കാനായി കാത്തു നിൽക്കുകയാണ് ഓഫീസിലെ സ്റ്റാഫുകൾ. മുൻനിരയിൽ തന്നെ രമേശനും ശ്രീനന്ദയും ഉണ്ട്. എയർപോർട്ടിൽ നിന്നും അവർ തിരിച്ചു എന്ന വിവരം കിട്ടിയപ്പോൾ അറേഞ്ച്മെൻറ്റ്സ് തുടങ്ങി. പക്ഷേ അല്പസമയം കഴിഞ്ഞപ്പോൾ വിളിച്ചു പറഞ്ഞു അവർ വരുമ്പോൾ ഏകദേശം 2 മണിക്കൂർ ലേറ്റാവുമെന്ന്. അതുകൊണ്ട് തന്നെ എല്ലാവരും അവരവരുടെ സീറ്റിലേക്ക് പോയി. കാനഡയിൽ നിന്ന് വരുന്നത് മനുഷ്യരല്ലേ രമേശ് ചേട്ടാ, അതിന് ഇത്രയൊക്കെ ആർഭാടം വേണോ? അവിടെ ഇരുന്ന് വിളിച്ചു പറയുന്ന ആളുടെ തീരുമാനത്തിന് ഇവിടെയുള്ളവർ തുള്ളാൻ നിൽക്കുന്നത് കൊണ്ടാണ് ഈ അഹമ്മതി. ലോകത്തൊന്നുമില്ലാത്ത ഒരു CEO ഈശ്വരമംഗലം ഗ്രൂപ്പിൽ മാത്രം സത്യപ്രതാപ്. അയാളുടെ ഓർഡർലിയായി ഇവിടെ കുറേ എണ്ണം. തനിയെ ഇരുന്ന് പിറുപിറുക്കുന്നവളെ കണ്ടപ്പോൾ രമേശന് അതിശയം തോന്നി. നിന്റെ അച്ഛയുടെ കൊമ്പ് ഇതുവരെ ഒടിഞ്ഞിട്ടില്ല കുഞ്ഞാ. കുഞ്ഞിനോടെന്ന പോലെ വയറിൽ തടവി അവൾ സംസാരിച്ചു. അത് കേട്ടതുപോലെ കുഞ്ഞൊന്ന് ഇളകി മറിഞ്ഞു. എന്താണ് അമ്മയും കുഞ്ഞും കൂടി ഒരു സംസാരം? ക്യാബിൻ്റെ ഉള്ളിലേക്ക് കയറി വന്ന് രമേശൻ ചോദിച്ചു. ഞാൻ പറയുകയായിരുന്നു കുഞ്ഞിൻ്റെ അച്ഛൻ്റെ കൊമ്പ് ഇതുവരെ ഒടിഞ്ഞിട്ടില്ലെന്ന്. കാനഡയിലാണെങ്കിലും ഇവിടെയുള്ളവരെ മുൾമുനയിൽ നിർത്താൻ ഇപ്പോഴും സത്യപ്രതാപിന് കഴിയുന്നുണ്ടല്ലോ. സിംഹം എപ്പോഴും സിംഹം തന്നെയായിരിക്കും. അളിയനെ പറയുമ്പോൾ തൊയേനൂറുന്നു. ഇനി ഏത് കുരിശിനെയാണോ വീണ്ടും ഇങ്ങോട്ടേക്ക് കെട്ടിയെടുക്കുന്നത്? ഉണ്ടായിരുന്ന ഓരോന്നിനെ അടിച്ച് പുറത്താക്കി ഒന്ന് നേരെയായി വരുന്നതേ ഉള്ളൂ കമ്പനി. അതിനിടയിലേക്കാണ് പുതിയ അവതാരങ്ങളെ ഓരോന്നായി. ഞാനൊന്നും പറയുന്നില്ല, അല്ലെങ്കിലും നമുക്കിവിടെ വോയിസൊന്നുമില്ലല്ലോ. പ്രത്യേകിച്ച് അവളുടെ വാക്കുകളിൽ മുഴുവനും അമർഷമായിരുന്നു. ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യാൻ മടിച്ചിട്ടല്ലേ കാനഡയിലേക്ക് ഒളിച്ചോടിപ്പോയത്? എന്നിട്ടിപ്പോൾ അവിടെ ഇരുന്ന് ഓരോ എണ്ണത്തിനെ ഇവിടേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നു. അതിന് ചുക്കാൻ പിടിക്കാൻ 2 അളിയന്മാർ. നീ എന്തിനാ മോളെ ഇത്രയും ടെൻഷൻ അടിക്കുന്നത്? അത്രയ്ക്ക് പരിചയം അറിവുമില്ലാത്ത ആൾക്കാരെ ഒന്നും സത്യം ഇവിടേക്ക് അയക്കില്ല. അയക്കാതിരുന്നാൽ മതി. എന്തായാലും 2 മണിക്കൂറിനുള്ളിൽ അവരിങ്ങെത്തുമല്ലോ. പിന്നെ എന്തിനാ നിനക്ക് ഈ വെപ്രാളം? വരുന്ന സാധനങ്ങൾക്ക് കൃത്യനിഷ്ഠയില്ലെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? രാവിലെ നമ്മളെല്ലാവരും കൂടി കെട്ടിയൊരുങ്ങി കാത്തു നിന്നപ്പോൾ വിളിച്ചു പറയുന്നു 2 മണിക്കൂർ ലേറ്റാവുമെന്നും. എനിക്ക് വയ്യ നിന്നോട് തർക്കിക്കാൻ. നീ ഈ ജ്യൂസ് എടുത്ത് കുടിക്കേ. ഭക്ഷണ കാര്യങ്ങൾ ശ്രദ്ധയില്ലാതായാൽ പറ്റില്ല. 1ാമത് മാസം ഓരോന്നായി കഴിയുന്തോറും അവശതകൾ കൂടി വരുന്നു. അത് പറഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഇതൊക്കെ അന്വേഷിക്കേണ്ട ആൾ ഒന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ലല്ലോ ഏട്ടാ. അല്ലെങ്കിൽ തന്നെ വന്ന് വിളിച്ചാൽ ഉടനെ കൂടെ ഇറങ്ങിപ്പോകാൻ പറ്റുന്ന മാനസികാവസ്ഥയിലായിട്ടാണോ എന്നോട് ചെയ്തത്? ഇനിയിപ്പോൾ അത് ആലോചിച്ച് കരയാൻ നിൽക്കണ്ട. ഏകദേശം 2 മണിയോടുകൂടി അവർ എത്തിച്ചേരും എന്നുള്ള മുന്നറിയിപ്പ് ഓഫീസിൽ കിട്ടി. അതുകൊണ്ട് തന്നെ എല്ലാവരും പെട്ടെന്ന് റെഡിയായി ഹാളിൽ നിന്നും പുറത്തേക്ക് വന്നു. കൃത്യം 1:55 തന്നെ ബ്ലാക്ക് ടയോട്ടോ ഫോർച്യൂൺ ഓഫീസിന് മുന്നിലേക്ക് വന്നു നിന്നു. അതിഥികളെ സ്വീകരിക്കുന്നതിന് മുന്നിൽ നിന്നത് ശ്രീധന്യ തന്നെയായിരുന്നു. ഫ്രണ്ട് ഡോർ തുറന്ന് നഗ്നമായ 2 കാലുകൾ പുറത്തേക്ക് വന്നു. എല്ലാവരും ഒന്നുപോലെ അത് നോക്കി നിന്നു. തൊട്ട് പിന്നാലെ ഒരു പെൺകുട്ടി ഇറങ്ങി. അവളുടെ ഡ്രസ്സ് മുട്ടിന് മുകളിൽ നിൽക്കുന്നു. തികച്ചും ഒഫീഷ്യൽ വേഷം. തോളൊപ്പം മാത്രമുള്ള തലമുടി കളർ ചെയ്ത് അഴിച്ചിട്ടിരിക്കുന്നു. കണ്ണുകളെ മറച്ച് ഗ്ലാസ്, ചുണ്ടിൽ ചുവന്ന ലിപ്സ്റ്റിക് ഇടം കൈയിൽ വാച്ച്. അതോടെ കഴിഞ്ഞു മേക്കപ്പ്. അവളെ കണ്ട് ഉള്ള കിളി മുഴുവനും പാറി നിൽക്കുകയാണ് നന്ദുവും രമേശും. കമ്പനിയിലെ ബാക്കി സ്റ്റാഫുകളും. തൊട്ട് പിന്നാലെ ഇറങ്ങിയ ആളെ കണ്ടപ്പോൾ ബോധവും പോയി. നന്ദുവിൻ്റെ തലയ്ക്ക് ചുറ്റും 1000 കിളികൾ വട്ടം വിട്ട് പറക്കുന്ന പോലെ തോന്നി. ആ പെൺകുട്ടിയുടെ കൈയും പിടിച്ച് മുന്നിൽ വന്ന് നിൽക്കുന്ന ആളെ കണ്ടപ്പോൾ ഇപ്പോൾ താൻ നിലത്തേക്ക് വീണുപോകുമെന്ന് അവൾക്ക് തോന്നി. പെട്ടെന്ന് അടുത്ത് നിൽക്കുന്ന രമേശിൻ്റെ കൈകളിൽ അവൾ തൻ്റെ കൈ കൊരുത്തു പിടിച്ചു. മറ്റൊരു കാർ തൊട്ടടുത്ത് വന്ന് നിൽക്കുന്നത് കണ്ട് എല്ലാവരുടെയും കണ്ണ് അവിടേക്ക് നീണ്ടു. അതിൽ നിന്നും വോക്കിംഗ് സ്റ്റിക്കിൻ്റെ സഹായത്തോടു കൂടി സാരംഗ് പുറത്തേക്ക് ഇറങ്ങി വന്നു.
സത്യയെ കണ്ട് വിടർന്ന കണ്ണുകൾ തൊട്ടടുത്ത് അവൻ്റെ കയ്യിൽ കൊരുത്തു പിടിച്ച് നിൽക്കുന്ന പെൺകുട്ടിയെ കണ്ടപ്പോൾ ചെറുതായി ചുരുങ്ങി. അടുത്ത നിമിഷം ആ കണ്ണുകൾ നന്ദുവിൻ്റെ കണ്ണുകളുമായി ഇടഞ്ഞു. അവളുടെ കണ്ണുകൾ കൊണ്ടുള്ള ചോദ്യത്തിന് ഉത്തരമറിയില്ല എന്ന മറുപടിയായിരുന്നു സാരംഗിൻ്റെ കണ്ണുകൾ നൽകിയത്. സത്യയുടെ കൂടെ നിൽക്കുന്ന പെൺകുട്ടിയുടെ കണ്ണു മുഴുവനും നന്ദുവിൻ്റെ വയറിലായിരുന്നു. അതിഥികളെ സ്വീകരിക്കേണ്ട മാന്യത എങ്ങനെയാണെന്ന് ഇതുവരെ ആർക്കും അറിഞ്ഞൂടെ? അവൻ്റെ ഗൗരവപൂർണമായ സംസാരം കേട്ടപ്പോൾ നന്ദു തൻ്റെ കയ്യിലിരുന്ന ബൊക്കെ ആ പെൺകുട്ടിയുടെ നേർക്ക് നീട്ടി. അവളത് വാങ്ങി ചേർത്ത് പിടിച്ചു. എല്ലാവരും ഇരുവശത്തേക്ക് മാറിയപ്പോൾ സത്യയും ആ പെൺകുട്ടിയുമായി അകത്തേക്ക് കയറിപ്പോയി. രമേശനും സാരംഗും മുഖത്തോട് മുഖം നോക്കി. തനിക്കൊന്നും അറിയില്ല എന്ന രീതിയിലുള്ള സാരംഗൻ്റെ നിൽപ്പ് കണ്ടാൽ അറിയാം അവനൊന്നും അറിഞ്ഞിട്ടില്ലെന്ന്. പക്ഷെ നന്ദു ആ കാഴ്ച കണ്ട് സങ്കടത്തിലായിരുന്നു. എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ.